മക്കൾ പരീക്ഷയ്ക്ക് നമുക്ക് പുതിയ ചോദ്യ പാറ്റേൺ, അതുകൊണ്ട് തന്നെ ഒരു ചോദ്യത്തിന് ബേസ് ചെയ്തിട്ട് ഏത് രൂപത്തിലും ചോദ്യങ്ങൾ വരാം. അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നിങ്ങൾ ഒരു കാരണവശാലും തെറ്റിക്കാൻ പാടില്ല. അപ്പൊ ആദ്യത്തെ ഈ ഒരു ചിത്രത്തിലേക്ക് നോക്കുക, ഒരു റിഫ്രാക്ഷൻ അപവർത്തനവുമായി ബന്ധപ്പെട്ട ഒരു ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാ ഒരു ടോർച്ച് എന്നൊരു ലൈറ്റ് ഇങ്ങനെ വരുന്നു, അത് എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് കടക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഇവിടെ ഒരു ലംബം നോർമൽ വരച്ചാൽ ലംബത്തിനോട് ചേർന്ന് പോകുന്നു. അതായത് യഥാർത്ഥത്തിൽ നേരെ പോകേണ്ട ലൈറ്റ് എന്ത് ചെയ്യുന്നു, അവിടെ ബെൻഡ് ചെയ്യുന്നു, വളയുന്നു, ചെരിയുന്നു എന്നൊക്കെ ഓർത്ത് വയ്ക്കാം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, റിഫ്രാക്ഷൻ എന്ന് പറയാം. അപ്പൊ റിഫ്രാക്ഷൻ സംഭവിക്കണമെങ്കിൽ എപ്പോഴും രണ്ട് മീഡിയം വേണം. അതുകൊണ്ട് തന്നെ ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ കണ്ടീഷൻ ഫോർ റിഫ്രാക്ഷൻ, അപവർത്തനം സംഭവിക്കണമെങ്കിൽ മിനിമം രണ്ട് കണ്ടീഷൻ വേണം. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലൈറ്റ് റേ ഷുഡ് ഫാൾ ഒബ്ലിക്കലി. ലൈറ്റ് റേ എപ്പോഴും എങ്ങനെ ആയിരിക്കണം, ചെരിഞ്ഞെന്നെ പതിക്കണം. എങ്ങനെ പതിക്കണം, ചെരിഞ്ഞെന്നെ പതിക്കണം. രണ്ടാമത്തെ പോയിന്റ്, ടു മീഡിയം മസ്റ്റ് ഹാവ് ഡിഫറെന്റ് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി. അതായത് വ്യത്യസ്ത സാന്ദ്രതയിലുള്ള പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മാത്രമേ പ്രകാശത്തിന് അവിടെ എന്ത് സംഭവിക്കുള്ളൂ, അപവർത്തനം, റിഫ്രാക്ഷൻ സംഭവിക്കുള്ളൂ. അതുകൊണ്ട് ഈ രണ്ട് പോയിന്റ് ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇങ്ങനെ കൊടുത്തിട്ടില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം, ഓർത്തു വെക്കണം, പരീക്ഷയ്ക്ക് ഉറപ്പായിരിക്കും. ഇനി അടുത്ത് ഇതിനെ ബേസ് ചെയ്തിട്ട് ഒരു ചോദ്യം എപ്പോഴും സിമ്പിൾ ആയിട്ടുള്ള ചോദ്യം തന്നെ വരിക. ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ട് ഈ ചിത്രത്തിൽ നൽകിയിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിഭാസത്തിന് കാരണം എന്താ വെച്ചാൽ ഒരു കൺഫ്യൂഷൻ വേണ്ട. ഒരു ഗ്ലാസിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് ഒരു പെൻസിൽ വെച്ച് കഴിഞ്ഞാൽ അതിന് ഒടിവ് സംഭവിക്കുന്നു, ചെരിവ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അതേതായിരിക്കണം, റിഫ്രാക്ഷൻ, അപവർത്തനം. അപ്പൊ ഈ അപവർത്തനത്തെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഓക്കെ.